എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആർക്കും കഴിയുന്നതല്ല എന്നുള്ളതാണ്. 1969 ജൂൺ മാസം 23-ാം തീയതി അമേരിക്കയിൽ കാലിഫോർണിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് സ്തോത്രം ഒരു വലിയ ഓർഫനേജ് നടത്തുന്ന ഒരു ഭക്തനായ മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ജോർജ് മുള്ളർ എന്നാണ്. സ്തോത്രം. ധാരാളം പുസ്തകങ്ങളിൽ കൂടെ നാം വായിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അനുഭവത്തെക്കുറിച്ച്. ആ വയോധികനായ മനുഷ്യന് തെരുവുകളിൽ നടന്നു പോകുമ്പോൾ ആരുമില്ലാത്ത അനാഥ കുഞ്ഞുങ്ങളെ താൻ എടുത്തുകൊണ്ട് തൻ്റെ വീട്ടിൽ കൊണ്ടിരുത്തുമായിരുന്നു. അങ്ങനെ കുഞ്ഞുങ്ങൾ ഓരോ ദിവസവും പെറുക്കിക്കൊണ്ട് വീട്ടിൽ വരുമ്പോൾ അപ്പനില്ല അമ്മയില്ലാത്ത കുഞ്ഞുങ്ങളാണ്. ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന അവസാനത്തിലേക്ക് ആ കുഞ്ഞുങ്ങളെ താമസിപ്പിക്കുവാൻ ഒരു സ്ഥലമില്ലാതെയായി. കുറെ കാലം അദ്ദേഹം ഈ കുഞ്ഞുങ്ങളെ എവിടെയാണ് താമസിപ്പിക്കേണ്ടത്? താൻ ചെയ്യുന്ന ഒരു നല്ല പ്രവൃത്തിയായിരുന്നു. ഈ അപ്പനും അമ്മയില്ലാത്ത അരഞ്ഞു നടക്കുന്ന കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് താൻ തൻ്റെ ഉള്ളിലെ കാഴ്ചപ്പാടനുസരിച്ച് ഒരു അനാഥശാല തുടങ്ങുവാനിടയായി. ആ അനാഥശാലയ്ക്ക് അവിടുന്ന് ഒരു ധനികനായ മനുഷ്യൻ ഏകദേശം 25 ഏക്കർ സ്ഥലം ഫ്രീ ആയിട്ട് കൊടുക്കുവാനിടയായി. ചില ആളുകളെല്ലാം ചേർന്ന് ടെന്റ് അടിച്ചു കൊടുത്തു. ഇങ്ങനെ കുഞ്ഞുങ്ങൾ ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ്. ഈ വാത്സല്യ കർത്തൃദാസൻ കുഞ്ഞുങ്ങൾ കൂടി എണ്ണം കൂടി 1500-ൽ പരം കുട്ടികളായി. ഇദ്ദേഹം ഈ കുട്ടികൾക്ക് പട്ടണങ്ങൾ ഭാഗം ചെയ്തു കൊടുക്കുവാൻ 30-ൽ പരം ജോലിക്കാരവിടെയുണ്ട്. ഒരു ദിവസം രാവിലെ ഓടി ജോർജ് മുള്ളർ എന്ന് പറയുന്ന ദൈവദാസന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുവാൻ അടുക്കളയിൽ ഒന്നുമില്ലെന്ന് പറഞ്ഞു. ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവനാണ് എൻ്റെ ഉപനിധി. ആ ദിവസം വരെ നടത്തുവാൻ അവൻ ശക്തനാണ്. സ്തോത്രം. ഈ സന്ധ്യയിൽ നിങ്ങളോട് സന്ദേശം ഞാൻ പറയുക, ഞാൻ വിശ്വസിക്കുന്നത് ആരാണെന്നുള്ളൊരു ബോധ്യം ഈ 12 മണിക്കൂർ പ്രാർത്ഥന അവസാനിച്ചു പോകുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ആരാണെന്നൊരു ബോധ്യത്തോടു കൂടെ വേണം പോകാൻ. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആർക്കും ഒരു നാളും കഴിയുന്നതല്ല. അദ്ദേഹത്തിന്റെ അടുക്കൽ നിൽക്കുന്ന ജോലിക്കാരോട് പറഞ്ഞു, രാവിലെ കുഞ്ഞുങ്ങൾക്ക് സ്വല്പമായ ആഹാരം കൊടുക്കുവാൻ പറ്റി. ഉച്ചയ്ക്ക് കുഞ്ഞുങ്ങൾ വരും, സ്കൂൾ അടുത്ത. ഈ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ അഭിഷക്തൻ പറയുക, എല്ലാ ദിവസവും ആഹാരം വിളമ്പിയതിന് ശേഷമാണല്ലോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇന്നൊരു കാര്യം ചെയ്യണം, പാത്രത്തിൽ എപ്പോൾ ആഹാരം വിളമ്പുമോ അപ്പം വരെ സ്വോത്രം പറയണമെന്ന്. ഇന്നത്തെ രീതി അങ്ങ് മാറി. ഒന്നും അറിയാത്ത ഈ കുഞ്ഞുങ്ങൾ ആ പാത്രത്തിന് മുമ്പിൽ കൈകൾ വെച്ച് സ്വോത്രം പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങ് അകലെ ചില കിലോമീറ്റർ അകലെ നടക്കേണ്ട ഒരു വിവാഹം, ഒരു കല്യാണ ഫംഗ്ഷൻ മുടങ്ങി, കല്യാണം നടക്കത്തില്ലെന്ന് ഉറപ്പായി. അവിടുത്തെ മുഴുവൻ ആഹാരവും എവിടെ കൊണ്ട് കളയണമെന്ന് അവർ ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് അതിലൊരുത്തം പറഞ്ഞത്, ജോർജ് മുള്ളറുടെ അനാഥശാല ഇവിടെ അടുത്തുണ്ടല്ലോ, അവിടെ കൊണ്ട് നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കുതിരവണ്ടിക്കകത്ത് ആഹാരവുമായി കുതിര കുതിച്ച ഓർഫനേജിന്റെ വാതിക്കൽ വന്നപ്പോൾ സ്വോത്രം അവിടെ അഭിഷക്തൻ പറയുക, ഇനി കുഞ്ഞുങ്ങളോട് സ്വോത്രം നിർത്തിക്കോളാൻ പറ, ആഹാരം വിളമ്പിക്കോളാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവനാണ് എൻ്റെ ഉപനിധി. സ്തോത്രം. ആ ദിവസം വരെ എന്നെ നടത്തുവാൻ അവൻ ആരാണ്? ശക്തനാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പൈതലേ, നിനക്ക് ഒന്നുമില്ലെന്ന് വരാ, നിന്റെ കുടുംബത്തിന് ഒന്നുമില്ലെന്ന് വരാ, നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഒന്നും കൊടുക്കുവാനില്ലെന്ന് വരാ. നീ ഇന്ന് പകൽക്കാലം ഈ സന്ധ്യയെങ്കിൽ നിന്നോടൊരു സന്ദേശം പറയുവാനുണ്ട്. ജോർജ് മുള്ളർ കണ്ട കർത്താവിനെ നീയും ഞാനും ഇന്ന് രാത്രി ഈ സന്ധ്യയെങ്കിൽ കണ്ടതെങ്കിൽ ഇന്ന് നാം പറയണം, ആമേ, ഞാൻ വിശ്വസിക്കുന്നത് ശരിയാണെങ്കിൽ ഞാൻ വിശ്വാസത്തിന് വിപരീതമായ ഒരു ജീവിതത്തിലേക്കല്ല പോകുന്നത്. ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവനാണ് എന്റെ ഉപനിധി. ആ ദിവസം വരെ നടത്തുവാൻ അവൻ ശക്തനാ. പ്രൈസ് ദി ലോർഡ്. ഈ നല്ല കർത്താവിന് വേണ്ടിയാണ് നമ്മൾ ജീവിച്ചിരിക്കേണ്ടത്. പ്രതികൂലങ്ങൾ അനവധിയായിട്ട് നമ്മളെ പിന്തുടരുകയാണ്. സ്തോത്രം. വിശ്വാസത്തിൽ വർദ്ധിച്ചു വരുന്തോറും
പ്രശ്നങ്ങൾ നമ്മളെ വിട്ട് പോകുമെന്ന് ആരും ധരിക്കരുത്. പ്രശ്നങ്ങൾ നമ്മളെ പിന്തുടരത്തേ ഉള്ളൂ. അവയെ നമ്മൾ ജയിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ വാഗ്ദത്തം പൗലോസിനുണ്ടെങ്കിലും ആമേൻ സ്തോത്രം, റോമിലെത്തുവെന്ന നിയോഗമുണ്ടെങ്കിലും ആമേൻ സ്തോത്രം, മെലിത്താ ദ്വീപ് അവന് തരണം ചെയ്ത് പറ്റൂ. ആമേൻ സ്തോത്രം. ആമേൻ ദൈവത്തിന്റെ ദാസനായ പൗലോസിനെ അവൻ പറയുകയാണ്, ഞാൻ സേവിച്ച് നിൽക്കുന്ന എൻ്റെ ദൈവം കഴിഞ്ഞ രാത്രി എൻ്റെ അടുക്കൽ വന്നു. അവൻ എന്നോട് പറയുകയാണ്, പൗലോസേ, കപ്പലിനല്ലാതെ ഇതിൽ സഞ്ചരിക്കുന്ന ആർക്കും ഒരു ഛേദവും വരികയില്ല. പൗലോസിന്റെ സാക്ഷ്യം കേൾക്കണം. പൗലോസ് പറഞ്ഞു, ഞാൻ സേവിക്കുന്നവനും എൻ്റെ ഉടയവനുമായ കർത്താവ് കഴിഞ്ഞ രാത്രി എൻ്റെ കിടക്കയുടെ അരികിൽ വന്ന പൗലോസെ, ഈ കപ്പൽ ഉടഞ്ഞ് ചിന്ന ഭിന്നമാകും, പക്ഷേ ഇതിൽ സഞ്ചരിക്കുന്ന ആർക്കും ഒരു ജീവഹാനിയും വരികയില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ സന്ധ്യയെങ്കിൽ ഈ 12 മണിക്കൂർ പ്രാർത്ഥനയിലെത്തിയ ദൈവജനത്തോട് പറയുക, തകർച്ചകൾ എവിടെയും വരട്ടെ, നിനക്കൊരു ഛേദവും വരാതെ, നിന്റെ തലമുറയ്ക്ക് ഒരു ഛേദവും വരാതെ, നിന്റെ കുടുംബത്തിന് ഒരു ഛേദവും വരാതെ നിന്നെ അക്കരെ എത്തിക്കുന്ന ഒരു നല്ല കർത്താവ് ഇന്ന് പകൽക്കാലം ഉണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ആ പ്രത്യാശയാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത്. ഒരു നിമിഷം ഇവിടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ ഒരു നിമിഷം. വടികളാൽ അനവധി അടികൾ കൊണ്ടാലും, വടികളാൽ അനവധി അടികൾ കൊണ്ടാലും, വാളാൽ തുണ്ടമായി വെട്ടപ്പെട്ടാലും, വാളാൽ തുണ്ടമായി വെട്ടപ്പെട്ടാലും, നാടെല്ലാം നരരായി നെരുക്കപ്പെട്ടാലും, നാടെല്ലാം നരരായി നെരുക്കപ്പെട്ടാലും, സഹിച്ചവനരുകിൽ ചെല്ലാം, എല്ലാം സഹിച്ചവനരുകിൽ ചെല്ലാം. യേശുവിൻ നിന്നയെ ചുമക്കാം, പാളയത്തിൻ പുറമെ പോകാം.